ഞാൻ നിന്റെ വായോട് കൂടെ ഇരുന്ന് നീ സംസാരിക്കേണ്ടതെന്ന് നിനക്ക് ഉപദേശിച്ചു തരും എന്ന് അരുളി ചെയ്തു. പുറപ്പാട് പുസ്തകം 4-ാം അധ്യായം 12-ാം വാക്യമാണ് നാം വായിച്ചത്. ഒന്നാമത്തെ ചിന്ത, നമ്മുടെ ബലഹീനത ദൈവത്തോട് പറക. 4-ാം അധ്യായം 10-ാം വാക്യത്തിൽ മോശ ദൈവത്തോട് പറയുകയാണ്, ദൈവമേ, ഞാൻ വാക്സാമർഥ്യമുള്ളവനല്ല, ഞാൻ വിക്കനും തടിച്ച നാവുള്ളവനുമാണ്. ദൈവത്തോടാ പറഞ്ഞ്, ഞാൻ ബലഹീനനാണ്, എൻ്റെ ജീവിതത്തിൽ ഈ നിയോഗം ഏറ്റെടുക്കാൻ കഴിയുകയില്ല, ഞാൻ ബലഹീനനാണ് എന്ന ദൈവം മോശയോട് പറയുകയാണ് 12-ാം വാക്യത്തിൽ, നിന്റെ ബലഹീനത ആയ ആ വായോട് കൂടെ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. ഈ പ്രഭാതത്തിൽ നമ്മുടെ ബലഹീനതകൾ എന്തുമാകട്ടെ, അത് മറ്റുള്ളവർ അത് നിമിത്തം നിന്നെ ലജ്ജിപ്പിക്കുവാൻ, അപമാനിക്കുവാൻ നിൽക്കുമ്പോൾ ദൈവം പറയുന്നു, ആ ബലഹീനതയുടെ നടുവിൽ ഞാൻ കൂടെ ഇരിക്കും. ഈ പ്രഭാതത്തിൽ നിങ്ങളുടെ ബലഹീനതകൾ ഇനിയും നിങ്ങൾ ഓർക്കാതെ വണ്ണം, അത് മറക്കത്തക്കവണ്ണം ദൈവം നിങ്ങളുടെ കൂടെ ഇരിക്കുന്നു. കർത്താവേ, ഈ പ്രഭാതത്തിൽ ബലഹീനതകളിൽ കൂടെ ഇരിക്കുന്ന ദൈവം ഞങ്ങൾക്കുള്ളതോർത്ത് നന്ദി. ഈ പ്രഭാതം അനുഗ്രഹമാക്കണം, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു.